പ്രകൃതിയുടെ ആഘാതങ്ങൾ ചിലർക്ക് അങ്ങനെയും മറ്റു ചിലർക്ക് ഇങ്ങനെയുമല്ല. അടിസ്ഥാനം ഏതു വിധത്തിലായാലും ഒരുപോലെയാണ് പ്രകൃതിയുടെ പ്രഹരമേൽക്കേണ്ടി വരുന്നത്. സൂര്യൻ എന്ന ജീവന്റെ സ്രോതസ്സും മഴ എന്ന അനുഗ്രഹവും വ്യത്യസ്തമായിട്ടല്ല ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും പതിക്കുന്നത്. സൽഗുണപൂർണനായ പിതാവിന്റെ നന്മകൾ അവ സ്വീകരിച്ച് ചിലർ അത് ദുഷ്ടതയ്ക്കായും മറ്റു ചിലർ അത് നന്മയ്ക്കായും വിനിയോഗിക്കുന്നു. മണലിന്മേൽ അടിസ്ഥാനം നിർമ്മിക്കണമോ പാറമേൽ അടിസ്ഥാനം ഇടണമോ എന്ന തീരുമാനം നമ്മുടേതാണ്. ഉടമ്പടി ഒപ്പുവെക്കുവാനായി ഇറങ്ങി വരുന്ന ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളാകും, ആ ദേശക്കാരെ സേവിക്കും. ഇസ്രയേൽ 400 സംവത്സരം മിസ്രൈമിനെ സേവിക്കുവാൻ കാരണം അമോര്യരുടെ അക്രമത്തിന് തികവുണ്ടാകാത്തതാണ്. ഏലി പുരോഹിതന്റെ മക്കളായ ഹൊഫ്നിയും ഫീനഹാസും മടങ്ങി വരവിനുള്ള അവസരങ്ങളെല്ലാം കാറ്റിൽ പറത്തി അതിക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുക്കം നീക്കുപോക്കില്ലാതെ നാശത്തിലേക്കും പതിച്ചു. ദൈവം തന്റെ കാലാവധി എല്ലാവർക്കും അനുവദിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ തന്നെ. അലസതയും കാര്യഗൗരവമല്ലാത്ത ജീവിതചര്യകളും കുഴപ്പമില്ല എന്ന സിദ്ധാന്തങ്ങളും നമ്മെ നാശത്തിലേക്ക് നടത്തുന്നു. മഴയും വെയിലും പകർച്ചവ്യാധികളും ബുദ്ധിമുട്ടുകളും സങ്കടവും ജീവനും മരണവുമെല്ലാം ഒരുപോലെ നമുക്ക് ചുറ്റിലും നിലകൊള്ളുന്നു. സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ തന്നെയാണ്. രണ്ട് കൂട്ടരുടെയും മേൽ പതിക്കുന്ന മഴ കൊണ്ട് ഹിതമായ സസ്യാദികളെ വിളയിക്കാം. അതെ, മഴ കൊണ്ട് മുള്ളും ഞെരിഞ്ഞിലും വിളയിക്കാം. തീരുമാനം നമ്മുടേതാണ്. രണ്ടായാലും സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായി തന്നെ നിലകൊള്ളും. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ.